എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഓണം സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇതൊരു റിക്വസ്റ്റഡ് റെസിപ്പിയുമാണ്, വെള്ളരിക്ക പച്ചടി. പിന്നെ ഓർപ്പിക്കാനുള്ളൊരു കാര്യം, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓർപ്പിക്കാനുള്ള മറ്റൊരു കാര്യം, വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണമാണ് നല്ലത്. വീട്ടിൽ തന്നെ ഭക്ഷണം തയ്യാറാക്കുക. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. ആദ്യം എനിക്ക് വെള്ളരിക്ക ഒന്ന് ചെറുതായിട്ട് അരിയണം. നിങ്ങൾ എങ്ങനെയാണോ അരിയുന്നത് അങ്ങനെ അരിയാം. ഞാൻ ഒരുവിധം സ്ക്വയറായിട്ടാണ് ഇത് അരിയാൻ പോകുന്നത്. ഇത് നീളത്തിൽ ഇങ്ങനെ ചെയ്തതാണ്. ഞാൻ ഇങ്ങനെ ഒന്ന് കീറിയതിന് ശേഷം ഈ വലിപ്പത്തിലാണ് ഞാൻ അരിയുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അരിയാം. നീളത്തിൽ വേണമെങ്കിൽ നീളത്തിൽ അരിയാം, കുഴപ്പമില്ല. ഒരുപാട് വലിപ്പത്തിൽ ഞാൻ അരിയാറില്ല. അരിയുന്നത് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അരിഞ്ഞാൽ കുഴപ്പമില്ല. നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണല്ലോ വിഷയം. ഈ വെള്ളരിക്കയെല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ തേങ്ങ അരയ്ക്കാതെയാണ് വെക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വേവിക്കണം. നമുക്ക് ഈ പാത്രത്തിനകത്തേക്ക് ഇടാം. വെള്ളരിക്കയ്ക്ക് ഒരു ശകലം വേവുണ്ട്, അതുകൊണ്ട് വെള്ളരിക്ക നന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വേവിക്കണം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകിൽ ഒരു 1-2 പച്ചമുളക്, ആ എരിയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട്, ഒരു തണ്ട് കറിവേപ്പില, അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിടാം. അപ്പോൾ കറിവേപ്പിലയുടെ ഫ്ലേവർ എല്ലാം അതിലോട്ട് വരാനായിട്ടാണ്. ടീസ്പൂൺ ഉപ്പ്, പിന്നെ അല്പം വെള്ളം. ഈ വെള്ളരിക്ക നന്നായിട്ടൊന്ന് വേകണം. അപ്പോൾ അത് അടച്ചു വെച്ച് അത് വേകട്ടെ. ആ വെള്ളരിക്ക വേകുന്ന സമയത്തേക്ക് നമുക്ക് ഈ കൊച്ചുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കണം. അപ്പോൾ ഞാനിവിടെ പച്ചമുളക്, ഉള്ളി, ഇഞ്ചി, പിന്നെ എരി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിടാം. വെള്ളരിക്ക ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്, ദേ കണ്ടോ. അത് നന്നായിട്ട് വേകട്ടെ. അപ്പോഴത്തേനും നമുക്കിതിനുള്ള ആ സ്പൈസ് എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം അടുത്ത ഫ്ലെയിം കത്തിച്ച് നമ്മുടെ ചീനച്ചട്ടി റെഡിയാക്കി വയ്ക്കാം. ചട്ടി നല്ലപോലെ ചൂടാകുന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് കടുക് ഇട്ടാൽ മതി. ഇപ്പം കടുക് ചതച്ചത് നമുക്ക് പിന്നീട് ഇടണം, അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. അത് പൊട്ടാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ആദ്യം പച്ചമുളക് ഇടണം. കാര്യം പച്ചമുളക് നന്നായിട്ടൊന്ന് ഫ്രൈ ആകണം. അതിനുശേഷം നമുക്ക് ഈ ഇഞ്ചി, അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി 2 ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ആ ഉള്ളിക്കൊന്ന് ഉപ്പ് പിടിക്കാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റ് ആകട്ടെ. നല്ലപോലെ റോസ്റ്റ് ആയാൽ മതി, ഒരുപാട് ഗോൾഡൻ ബ്രൗൺ ആകണ്ട. അപ്പോൾ ഞാനിങ്ങനെ വളരെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണിത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വെള്ളരിക്ക എന്താണെന്ന് നോക്കണ്ടേ. വെള്ളരിക്ക അതാ കണ്ടോ, കുറച്ച് വെള്ളം കൂടെ പറ്റാനുണ്ട്. വെള്ളരിക്ക ഇങ്ങനെ ഗ്ലാസ് പോലെ ട്രാൻസ്പെറൻ്റ് ആകുമ്പോഴാണിത് വേകുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഒരു ശകലം കറിവേപ്പിലയും 2 വറ്റൽമുളക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളരിക്ക ഇതിനകത്തേക്ക് ഇടാം. ഇതിലൊരല്പം വെള്ളം മയമുണ്ട്, അത് സാരമില്ല. ഒരുപാട് വെള്ളമാകരുത്, പച്ചടി വെള്ളം വിട്ട് കിടക്കും, അത് കൊള്ളത്തില്ല. അപ്പം വെള്ളം ഇത് ഒരു മയമേ ഉള്ളൂ, അത് സാരമില്ല. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അധികം പുളിയില്ലാത്ത തൈര്, കാരണം നമ്മൾ തേങ്ങ അരയ്ക്കുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒത്തിരി പുളിയുള്ള തൈര് ഒഴിക്കരുത്. തൈര് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. തീ ഞാൻ കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ. കാര്യം ഒരുപാട് തീ വെച്ച് തൈര് ചെയ്താൽ തൈര് പിരിഞ്ഞു പോകും. അപ്പോൾ വളരെ ചെറിയ തീയിലാണ് ഇട്ടിരിക്കുന്നത്. ഇതിനെ ഇളക്കി ചേർക്കുക. ആ തൈരൊന്ന് ചൂടാകാനേ പാടുള്ളൂ, വെച്ച് യാതൊരു കാരണവശാലും തിളപ്പിക്കരുത്. വെള്ളരിക്ക പച്ചടി ഓൾമോസ്റ്റ് റെഡിയാണ്. തീ ഓഫാക്കി. അതേ ചൂട് കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പിരിഞ്ഞു പോകും, അതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇടാനുള്ളത് ഒരു 1/4 ടീസ്പൂൺ കായം. പിന്നെ ഇത് കടുക് ചതച്ചതാണ്, ഇതെന്തായാലും ഇടണം. ഇതാണ് പച്ചടിയുടെ പ്രത്യേക രുചിയുടെ രഹസ്യം. കടുക് പൊട്ടിക്കുന്നതല്ല, കടുക് ചതച്ചിട്ടത്. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കാം. പിന്നെ ഉപ്പ് ഞാൻ 2 പ്രാവശ്യമായിട്ട് ഉള്ളിയിലും ആദ്യം വെള്ളരിക്കയ്ക്കകത്തും ഇട്ടതാണ്. നോക്കിയിട്ട് ഉപ്പ് പോരായെങ്കിൽ ഒരല്പം ഉപ്പും കൂടെ നമുക്ക് ഈ സമയത്ത് ഇടാവുന്നതാണ്. നമ്മുടെ വെള്ളരിക്ക പച്ചടി റെഡിയാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.